ഹായ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടുത്തി തരാം. അതായത് ചോദിക്കാം. അതിന് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഇന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിക്കാൻ പോകുന്നത്. ചിലതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, ചിലതൊക്കെ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ക്ലാസ് നിങ്ങൾ ആദ്യം മുതലേ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള ക്വസ്റ്റ്യന് ഉത്തരം ആൻസർ നിങ്ങളെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് അത് ചെയ്ത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് നോക്കി തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിലപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ console.log എന്നുള്ളത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ്. ഓക്കെ, പിന്നെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതും പിന്നെ ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് console.log പിന്നെയും വീണ്ടും ഒരു എന്നുള്ള വേരിയബിളിനെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പ്രോപ്പറായി പറയാൻ പറ്റും, ഉറപ്പാണ്. അതിൽ അതൊരു സംശയമില്ല. ഇതിൽ ഞാൻ ഉത്തരം പറയില്ല, ആൻസർ പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആൻസേഴ്സ് മൊത്തം കമൻറ്റ് വഴി എന്ത് ചെയ്യണം? നമുക്കിടണം. ആരാണ് ആദ്യം ഇടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എന്താണ്, ഒരു ഫംഗ്ഷൻ ഇൻട്രോ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ console.log നെയിം എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫൗണ്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നീടാണ് നെയിമിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തതും പിന്നെ അതുപോലെ ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ളതും വെസ്ൽ എന്നാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴത്ത് ലെറ്റ് വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഒരു ഫൗണ്ടർ എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതും ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ളതും അവിടെ റാസിക്കാൻ മാറുന്നുണ്ട്. അപ്പോൾ പിന്നീടാണ് ഇൻട്രോ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? രണ്ടും ഇപ്പോൾ മുകളിലെ ഫംഗ്ഷനും ഈ ഫംഗ്ഷനും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്ന് ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്, മറ്റേ ഫംഗ്ഷൻ്റെ പുറത്താണ്. പിന്നെ മറ്റേത് വാറും ഉണ്ട്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വാറും ഉണ്ട്, ലെറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയാം. അപ്പോൾ ആരാണ് ആദ്യം എന്ത് ചെയ്യുക കമൻറ്റ് ഇടുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിലും ഇടാം. ഓക്കെ, കമൻറ്റ് വഴിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഫംഗ്ഷൻ സമ്മ് എഴുതിയിട്ട് അതിലൊരു പാരാമീറ്റർ ആയിട്ട് എ കോമ ബി എന്നുണ്ട്. പിന്നെ അതിനെ റിട്ടേൺ ചെയ്യുന്നതാണ് a+b എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. പിന്നീടാണ് അതിനെ കോൾ ചെയ്യുന്നത്. അതായത് console.log ഉള്ളിൽ റിട്ടേൺ ഫംഗ്ഷൻ നമ്മൾ console.log ഉള്ളിലാണ് എന്ന് നമ്മൾ പഠിച്ചതുകൊണ്ട് നമ്മളത് വിശദീകരിക്കുന്നില്ല. ഓക്കെ, സം എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസോൾ ഇട്ട് അതിൻ്റെ ഉള്ളിൽ 10,4 എന്നുള്ളത്. പക്ഷേ 4 എന്നുള്ളത് ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഒരു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ്. ആ ഡബിൾ കോട്ട്സിനാണ്. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഫംഗ്ഷൻ 1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സ്പ്രഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെയും ആരോ ഫംഗ്ഷനാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അവിടെ console.log ആദ്യത്തെ ഫംഗ്ഷൻ 1 ഫസ്റ്റ് ഒന്നും, സെക്കൻഡിൽ കോൺസ്റ്റ് ഫംഗ്ഷൻ 2 എന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു ഫംഗ്ഷൻ എക്സ്പ്രഷനാണ്. അതായത് ആരോ ഫംഗ്ഷനുള്ളിൽ സെറ്റ് ടൈം ഔട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, console.log സെക്കൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നീടാണ് ഫംഗ്ഷൻ 3 എന്നുള്ള എക്സ്പ്രഷൻ കൊടുത്തതിന് ശേഷം console.log തേർഡ് എന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? പിന്നെ കോൾ ചെയ്തിട്ടുള്ളത് ഫംഗ്ഷൻ 1 മുമ്പ് ഫംഗ്ഷൻ 2 പിന്നെയാണ് ഫംഗ്ഷൻ 1 കോൾ ചെയ്തത്, പിന്നെയാണ് ഫംഗ്ഷൻ 3 കോൾ ചെയ്തത്. ഓക്കെ, ഇവിടെ തിരിച്ചിട്ടാണ് കോൾ ചെയ്തിട്ടുള്ളത്. ആദ്യം 2 പിന്നെ 1 ആൻഡ് 3 ആണ് കോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നും കൂടി നിങ്ങൾ നോക്കണം. പിന്നെ അവസാനത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫോർ ലൂപ്പാണ് ആദ്യത്തെ. ഇതിൽ രണ്ട് ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഒന്ന്, ഫോർ ലൂപ്പിൽ വാർ കീവേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം, ഈ ഫോർ ലൂപ്പ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോർ ലൂപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി നോക്കുക. അപ്പോൾ ആ ഫോർ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, i<3 കൊടുത്തിട്ട് i++ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെറ്റ് ടൈം ഔട്ട് കൊടുത്തതിന് ശേഷം console.log i എന്നുള്ളത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 millisecond ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോർ ലൂപ്പിൽ ലെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലെറ്റ് കീവേഡാണ് ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെ വാർ കീവേഡാണ്. അവിടെ i അസൈൻ 0 ആണ് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളതും.
പിന്നെ I<3 ആണ്, സെയിം ആണ്, യാതൊരു മാറ്റമില്ല. പിന്നെ സെറ്റ് അമൗണ്ടിലും I പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ രണ്ടിൻ്റെയും ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് നോക്കണം. ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത്. അങ്ങനെ 5 ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുന്നോട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോക്കാം. അല്ലാത്ത കേസിൽ നിങ്ങൾ ഒന്നും കൂടി റെഫർ ചെയ്യണം, ഒന്നും കൂടി ഡീപ്പായിട്ട് പഠിക്കണം എന്നതിൻ്റെ സൂചനയാണ് നമ്മളിപ്പോൾ തരുന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ 5 വീഡിയോ ഒന്ന് നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ സ്വന്തമായിട്ട് നോക്കണം. അതല്ലാതെ നിങ്ങൾ ഒരു സ്ഥലത്ത് കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ ചാറ്റ് ജിപിയിൽ ഇട്ട് നോക്കാനോ അതൊക്കെ പാടില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ഉത്തരം മാത്രം ഇട്ട് പോരാ, ഓരോ ഉത്തരം ഇട്ടതിന് ശേഷം അതിന് എക്സ്പ്ലനേഷനും വേണം. എന്തുകൊണ്ട് ആ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി എന്നതിൻ്റെ ഒരു ഉത്തരം കൂടി നമുക്ക് എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും വേണം. അതല്ലാതെ നിങ്ങൾ നേരെ ഇതിനെ കോപ്പി പേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ഉത്തരം കണ്ടതിന് ശേഷം നേരെ വന്ന് ആ ഉത്തരം ഇടലല്ല. ഉത്തരം ഇട്ടാൽ അതിൻ്റെ എക്സ്പ്ലനേഷനും വേണം, എന്തുകൊണ്ട് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടി എന്നതിൻ്റെ ഒരു ഉത്തരം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, അതായത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്നതാണ്, അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല. അതായത് AI കണ്ടന്റ് നമുക്ക് മനസ്സിലാവും. ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചാറ്റ് ജിപിടിയിലിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അതന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ ചാറ്റ് GPT വന്നതുപോലെ തന്നെ AI കണ്ടന്റ് ആണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാനും ടൂൾസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, AI വെച്ചിട്ട് നിങ്ങൾക്ക് മീൻസ് ഈ പറഞ്ഞ പോലെ ചോദ്യ ഉത്തരമൊന്നും ഇടരുത്. അത് നമുക്ക് എന്തായാലും മനസ്സിലാവും. അതല്ലാതെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ജെന്യൂനായിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട്. കുറച്ച് സമയം എടുത്താലും ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ വേൾഡ് കപ്പ് ഒന്നും നടക്കാൻ പോകും, മീൻസ് വേൾഡ് കപ്പിൻ്റെ ഇതൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരിട്ട് ഇരുന്ന് സമാധാനത്തിൽ ഒരു പെന്നും ബുക്ക് എടുത്ത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വർക്ക് ചെയ്യാൻ കാരണം, ഇല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം പിന്നെ വീണ്ടും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഉത്തരം തെറ്റാണോ നോക്കുക. തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് തെറ്റായി എന്ന് അന്വേഷിക്കുക. അതും നിങ്ങൾ തെറ്റെന്താ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ തന്നെ പല കാര്യങ്ങളും, ഈ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റും മറ്റുള്ള കാര്യങ്ങളും, ഓരോ വേരിയബിൾ വരുമ്പോൾ എപ്പോഴാണ് സ്റ്റോർ ചെയ്യുന്നത്, എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പ്ലനേഷൻ നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഔട്ട്പുട്ട് വന്നതെന്ന്. ഇതിൻ്റെ ആൻസർ നമ്മൾ പിന്നീട് പറയും, ഇപ്പോൾ ഒന്നും പറയും, ഈ വീഡിയോസിലൊന്നും നമ്മൾ പറയൂല. നിങ്ങളെ കമൻറ്റിന് ശേഷം ആരെങ്കിലും എക്സ്പ്ലനേഷൻ വേണം എന്ന് ചോദിച്ചാൽ മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് ആ ഒരു കാര്യം ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ചാറ്റ് GPT ഉപയോഗിക്കരുത്, നിങ്ങൾ സ്വന്തമായ കണ്ടന്റ് ആയിരിക്കണം, എന്നിട്ടിടണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരാത്ത എന്തെങ്കിലും ടോപ്പിക്സ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്ത് അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോസുമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തുടരാം. അല്ലെങ്കിലും തുടരാം, ഒന്നും പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാൽ ഒറ്റയടിക്ക് ആരും എക്സ്പേർട്ട് ആവില്ല. ഇതുപോലെ തന്നെ ട്രൈ ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാ കൺസെപ്റ്റും കവർ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ നാളെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റിയാക്റ്റിലേക്ക് കടക്കും. ഓക്കെ, റിയാക്ട് എടുക്കുന്ന ടൈമിൽ ഈ കൺസെപ്റ്റ് ഒന്നും നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ റിയാക്ട് പോയിട്ടും കാര്യമില്ല. കാരണം ജാവാസ്ക്രിപ്റ്റാണ് അടിത്തറ, ഒരു ബേസ് അതാണ്. ആ ബേസ് നിങ്ങൾ നന്നാക്കി ഉറച്ച് മീൻസ് നല്ല രീതിയിൽ കോർ കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയാക്ട് എളുപ്പമായിരിക്കും. കാരണം ഒന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ റിയാക്ടിനത് ബിഗിനർ ഫ്രണ്ട്ലി അല്ല. അതായത് ബിഗിനർക്ക് ഒരു ഫ്രഷറിന് പഠിച്ച് പെട്ടെന്ന് എടുക്കാനുള്ള ഡിഫിക്കൽട്ട് ഉണ്ടാവും. ഓക്കെ, എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞാൽ, ജാവാസ്ക്രിപ്റ്റ് പ്രോപ്പറായി അറിയാം, നല്ല രീതിയിൽ അറിയാം, പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, പക്ഷെ അതൊന്നും ഒരു ഇഷ്യൂ അല്ല. നമ്മൾ റിയാക്ട് നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്ത് തരും, അതുപോലെ തന്നെ നന്നാക്കി എടുത്തുതരും. ഇപ്പോൾ അടുത്തായി തന്നെ നമ്മുടെ റിയാക്ടിൻ്റെ ചാനലും പ്ലേലിസ്റ്റും തുടങ്ങുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.